പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതുവരെയും നമ്മൾ വിവിധ വിഷയം സംബന്ധിച്ച് അടിസ്ഥാന വേദോപദേശങ്ങൾ മനസ്സിലാക്കുവാൻ ഇടയായി. ഇന്ന് നാം മനസ്സിലാക്കുവാൻ പോകുന്നത് പരിശുദ്ധാത്മ സ്നാനം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾക്ക് അനുഭവമാകേണ്ട ഒരു പ്രത്യേകമായ വളരെ വിശുദ്ധമായ പ്രാധാന്യമുള്ള ഒരു ശുശ്രൂഷ നമ്മളിൽ ദൈവം പകരുന്ന പരിശുദ്ധാത്മ സ്നാനം. ആമേൻ. ആ വിഷയം സംബന്ധിച്ച് വിവിധ നിലയിൽ ആളുകൾ പലതും പറയാനും പറയിക്കാനും ഒക്കെ അവസരങ്ങൾ എടുക്കുന്നു. എന്നാൽ ആമേൻ, പ്രൈസ് ദി ലോർഡ്, അത് യഥോചിതം മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം. ആമേൻ, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അത് സംബന്ധിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു ഗാനത്തിൻ്റെ അടി പാടുവാൻ പരിശുദ്ധാത്മ സ്നാനം എന്ന വിഷയത്തിൽ സ്തോത്രം ഹൃദയത്തിൽ പ്രകാശിച്ച ഒരു ഗാനം ആമീൻ പാടുവാൻ ആഗ്രഹിക്കുന്നത് കേൾപ്പാൻ ഇടയാകട്ടെ. ആമീൻ. സ്തോത്രം. പരമപിതാവേ പരിശുദ്ധനാഥ, പരിശുദ്ധനാമം വാഴ്ത്തപ്പെടേണമേ. തിരുരാജ്യം വരണമേ, തിരുഹിതം പോലെ. തിരുരാജ്യം വരണമേ, തിരുഹിതം പോലെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിയെ ഓ സ്തുതി സ്തുതി അധിപതി ശ്രീ യേശുനാഥ. പാവനരൂപ പാഹിമം ദേവ, തിരുഹിതം സ്വർഗ്ഗ പോൽ ഭൂവിലുമാകാൻ. തിരുരാജ്യം വരണമേ, തിരുഹിതം പോലെ. തിരുരാജ്യം വരണമേ, തിരുഹിതം പോലെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിയെ ഓ സ്തുതി സ്തുതി അധിപതി ശ്രീ യേശുനാഥ. പരിപാലകനെ പരമാത്മജനെ, അന്നവസ്ത്രാദികൾക്ക് അനുഗ്രഹം തരണേ. ശുഭമായിട്ടടിയങ്ങൾ തിരുനാമം പുകഴ്ത്താൻ. ശുഭമായിട്ടടിയങ്ങൾ തിരുനാമം പുകഴ്ത്താൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിയെ ഓ സ്തുതി സ്തുതി അധിപതി ശ്രീ യേശുനാഥ. പരമോന്നതനെ പരമഗുരു, ഞങ്ങൾ കടക്കാരോടു ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുക ഞങ്ങൾക്കും കടങ്ങളെയെല്ലാം. ക്ഷമിക്കുക ഞങ്ങൾക്കും കടങ്ങളെയെല്ലാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിയെ ഓ സ്തുതി സ്തുതി അധിപതി ശ്രീ യേശുനാഥ. പരിപാലകനെ പരപരമേശ, പരീക്ഷയിൽ കടക്കാതെ ദുഷ്ടനിൽ നിന്നും വിടുവിച്ചു കാക്കുക ഞങ്ങളെ എന്നും. വിടുവിച്ചു കാക്കുക ഞങ്ങളെ എന്നും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിയെ ഓ സ്തുതി സ്തുതി അധിപതി ശ്രീ യേശുനാഥ. പരമോന്നതനെ പരമപിതാവേ, രാജ്യവും ശക്തിയും മഹത്വവുമെല്ലാം തിരുമേനിക്കു തന്നെ എന്നേക്കും. തിരുമേനിക്കു തന്നെ എന്നേക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിയെ ഓ സ്തുതി സ്തുതി അധിപതി ശ്രീ യേശുനാഥ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം.
ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകട്ടെ. സ്തോത്രം. പരിശുദ്ധാത്മാവിലുള്ള നിറവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മ സ്നാനം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് സ്തോത്രം നമുക്ക് അത് ചിന്തിപ്പാൻ അവസരം ദൈവം തന്നു. പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കാം. ആമേൻ. എല്ലാം അനുഗ്രഹകരമായി ദൈവത്തിന്, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തോത്രം അനുഗ്രഹപ്രദാനമായി നമ്മൾക്ക് തീരുവാൻ സ്തോത്രം. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. പരിശുദ്ധാത്മ സ്നാനം. പരിശുദ്ധാത്മ സ്നാനം എന്നത് ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുള്ള ഉപദേശ വിഷയമാണ്. പെന്തക്കോസ്ത് സഭകളെ ഇതര ക്രൈസ്തവ വിഭാഗങ്ങളുമായി വേർതിരിച്ച് കാണിക്കുന്ന പ്രധാന ഘടകമാണിത്. പെന്തക്കോസ്ത് നാളിലുണ്ടായതുപോലുള്ള അനുഭവം ഇന്നും നിലനിൽക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് പെന്തക്കോസ്തർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പരിശുദ്ധാത്മ സ്നാനം എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ പെന്തക്കോസ്ത് സഭകൾ പഠിപ്പിക്കുന്ന ഇതാണ്: വീണ്ടും ജനനം പ്രാപിച്ച എല്ലാ വിശ്വാസികളും പരിശുദ്ധാത്മ സ്നാനം ആമേൻ പ്രാപിക്കേണ്ടതാണ്. പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുന്ന വ്യക്തികൾ അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങും. പരിശുദ്ധാത്മ സ്നാനത്തിൻ്റെ ലക്ഷണം പ്രത്യക്ഷമാകുന്ന അടയാളമാണിത്. ഈ അന്യഭാഷാ ഭാഷണം സാരത്തിൽ ഒന്നാണെങ്കിലും ഉപയോഗത്തിലും പ്രയോഗത്തിലും ഭാഷാപരത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന എല്ലാ കൃപാവരങ്ങളും ഇക്കാലത്ത് നിലനിൽക്കുന്നു. അന്യഭാഷയുമായി ബന്ധപ്പെട്ടുള്ള ചില തെറ്റിദ്ധാരണകൾ പ്രാരംഭത്തിൽ തന്നെ തിരുത്തുകയാണ്. 1-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന എല്ലാ കൃപാവരങ്ങളും ഇന്നും നിലനിൽക്കുന്നു എന്നാണ് പെന്തക്കോസ്ത് സഭകൾ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇന്ന് നാം കേൾക്കുന്ന എല്ലാ അന്യഭാഷയും ദൈവികമായ സഭ അംഗീകരിക്കുന്നു എന്ന് ഈ പറഞ്ഞതിന് അർത്ഥമില്ല. കള്ളനോട്ടുള്ളത് കൊണ്ട് നല്ല നോട്ടില്ല എന്നല്ല, നല്ല നോട്ടുള്ളത് കൊണ്ട് കള്ളനോട്ടും ചെലവാകുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇന്നുള്ള അന്യഭാഷകളെ പ്രധാനമായി 5 ഗ്രൂപ്പുകളായി തിരിക്കാം. പ്രൈസ് ദി ലോർഡ്. 1, ദൈവാത്മാവിലുള്ളത്. ആമേൻ. 2, ദുരാത്മാവിലുള്ളത്. പ്രൈസ് ദി ലോർഡ്. 3, വൈകാരികം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. 4, മാനസിക രോഗം. ആമേൻ. 5, മാനുഷികം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവാത്മാവിലുള്ള അന്യഭാഷ ഇന്നും നിലനിൽക്കുന്നു എന്ന് പെന്തക്കോസ്തർ വിശ്വസിക്കുന്നു. എന്നാൽ ചിലർ അന്യഭാഷ പറയുന്നത് ദുരാത്മാവിൽ നിറഞ്ഞാണ് എന്ന വസ്തുത മറച്ചു വച്ചിട്ട് ആമേൻ കാര്യമില്ല. വെളിച്ചദൂതന്റെ വേഷത്തിൽ വരുന്ന സാത്താനാണിത്. ചിലർ ആമേൻ വികാരാവേശത്താൽ എന്തെങ്കിലുമൊക്കെ ശബ്ദമുണ്ടാക്കിയിട്ട് അതാണ് അന്യഭാഷ എന്ന് വിശ്വസിക്കുന്നു. ചില മാനസിക രോഗികൾ അന്യഭാഷ പോലെ എന്തെങ്കിലും ആമീൻ പറഞ്ഞെന്ന് പറയാം. മറ്റു ചിലർ മനഃപൂർവ്വം അന്യഭാഷ ഉണ്ടാക്കി പറയാനും ഇടയുണ്ട്. അതുകൊണ്ട് പെന്തക്കോസ്തർ അന്യഭാഷയുടെ കാര്യത്തിൽ അനാവശ്യ കടുംപിടുത്തം കാണിക്കുന്നു എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ആമീൻ. പരിശുദ്ധാത്മ സ്നാനം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് പറയേണ്ടതുണ്ട്. വിഷയം മനസ്സിലാക്കാൻ എഹെസ്കേൽ കണ്ട ഒരു ദർശനം ദൃഷ്ടാന്തമായി എടുക്കാം. ആ പുരുഷൻ കയ്യിൽ ചരടുമായി കിഴക്കോട്ട് നടന്നു, 1000 മുഴം അളന്നു, എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി. ആമേൻ. വെള്ളം നെരിയാണിയോളം ആയി. അവൻ പിന്നെയും 1000 മുഴം അളന്നു, എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി. വെള്ളം മുട്ടോളമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു, എന്നെ കടക്കുമാറാക്കി. വെള്ളം അരയോളമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു. ആമേൻ. അത് എനിക്ക് കടക്കുവാൻ വയ്യാത്ത ഒരു നദിയായി വെള്ളം പൊങ്ങി നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ വയ്യാത്ത ഒരു നദിയായി തീർന്നു. എഹെസ്കേൽ 47:3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാവും. പ്രവാചകൻ കരയിൽ നിന്ന സമയത്ത് അവന് വെള്ളവുമായി ഒരു ബന്ധവുമില്ല, പരിശുദ്ധാത്മാവുമായി ഒരു ബന്ധവുമില്ല
ഇല്ലാത്ത മനുഷ്യന്റെ സ്ഥിതി ഇതാണ്. ഇത് വെറും ദൃഷ്ടാന്തമായി പറയുകയാണെന്ന് കാര്യം മറക്കരുത്. പ്രവാചകൻ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു. വെള്ളം ആണെന്നിരിക്കട്ടെ. ആമേൻ. വെള്ളത്തിൽ തൊട്ടപ്പോൾ മുതൽ പ്രവാചകന് വെള്ളവുമായി ബന്ധമുണ്ട്. നരിയാണിയോളം വെള്ളത്തിൽ നിൽക്കുന്ന പ്രവാചകൻ വെള്ളത്തിനാണ് നിൽക്കുന്നത്. പക്ഷേ ചവിട്ടി ഇരിക്കുന്നത് ഭൂമിയിലാണ്. എത്ര ശക്തമായ ഒഴുക്കുണ്ടെന്നാലും വീഴുകയില്ല. പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതെങ്കിലും, ആമേൻ, പ്രൈസ് ദി ലോർഡ്, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലല്ലാത്ത വ്യക്തി ഇതുപോലെ ആണെന്ന് പറയാം. ദൈവത്തിന് സ്തോത്രം. മുട്ടോളം വെള്ളത്തിൽ നിൽക്കുന്ന പ്രവാചകൻ ഭൂമിയിലാണ് ചൂടുറപ്പിച്ചിരിക്കുന്നത്. ആമേൻ. സാധാരണ ഒഴുക്കിലൊന്നും നിയന്ത്രണം വിട്ട് വെള്ളത്തിൽ വീഴുകയുമില്ല. പക്ഷേ അപ്രതീക്ഷിതമായി ഒരു ഒഴുക്കുണ്ടായാൽ വെള്ളത്തിൽ വീഴും. അർത്ഥം മനസ്സിലായിരിക്കുമല്ലോ. ആമേൻ. അരയോളം വെള്ളത്തിൽ നിൽക്കുമ്പോഴും പ്രവാചകൻ ഭൂമിയുമായുള്ള ബന്ധം വിട്ടിട്ടില്ല. കാല് ഊന്നിയാണ് നിൽക്കുന്നത്. പക്ഷേ വെള്ളത്തിൻ്റെ ഒഴുക്ക് സാമാന്യം നന്നായി ബാധിക്കുന്നുമുണ്ട്. ശക്തമായ ഒഴുക്കുണ്ടായാൽ വെള്ളത്തിൽ ആമീൻ എന്നതിന് സംശയമില്ല. 1000 മുഴം കൂടി നടന്നപ്പോൾ പ്രവാചകൻ ഒഴുക്കിൽപ്പെട്ടു. ഇപ്പോൾ കാല് നിലത്ത് ചവിട്ടാനാകുന്നില്ല. വെള്ളത്തിൻ്റെ ഒഴുക്കിനൊത്ത് പ്രവാചകനും ഒഴുകുന്നു. നീന്താൻ അറിയാമെങ്കിൽ ശരീരത്തെ ഒരളവോളമെങ്കിലും നിയന്ത്രിക്കാൻ കഴിയും. നീന്തിയിട്ടില്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങിത്താഴും. ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന സ്ഥിതിയാണ് പരിശുദ്ധാത്മ സ്നാനം എന്നത്. ആമേൻ. നെരിയാണിയോളം വെള്ളത്തിൽ നിൽക്കുന്നവനും മുട്ടോളം വെള്ളത്തിൽ നിൽക്കുന്നവനും അരയോളം വെള്ളത്തിൽ നിൽക്കുന്നവനും വെള്ളത്തിലാണെങ്കിലും സ്നാനം എന്ന് പറയാവുന്ന സ്ഥിതിയിൽ ആയില്ല. ആമേൻ. പരിശുദ്ധാത്മാവിലല്ലാതെ യേശുവിനെ കർത്താവെന്ന് പറയുവാൻ ആർക്കും കഴിയുന്നതല്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ നെരിയാണിയോളം വെള്ളത്തിൽ നിൽക്കുന്നത് പോലെയാണിത്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്ന സ്ഥിതിയിലാകുന്നത് ഇതല്ല. ആമേൻ. യേശുവിനെ കർത്താവ് എന്ന് പറയുന്നവരെല്ലാം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. അതിനാധാരമായി അവർ ചൂണ്ടിക്കാണിക്കുന്ന വാക്യം പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവ് എന്ന് പറയുവാൻ ആർക്കും കഴിയുമില്ല എന്ന് ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നു. 1 കൊരിന്ത്യർ 12:3 എന്നതാണ്. ആമീൻ. തത്തമ്മേ പൂച്ച എന്ന് തത്തമ്മ തന്നെ പറയുന്നത് അർത്ഥം മനസ്സിലാക്കി അല്ല. ഇങ്ങനെ ആരെങ്കിലും യേശുവിനെ കർത്താവെന്ന് വിളിച്ചാൽ അത് ദൈവാത്മാവിൽ ആയിരിക്കില്ല. പക്ഷേ അർത്ഥം മനസ്സിലാക്കി തികച്ചും ആത്മാർത്ഥമായി ആരെങ്കിലും യേശുവിനെ കർത്താവെന്ന് വിളിക്കുന്നുവെങ്കിൽ അത് പരിശുദ്ധാത്മാവിലാണെന്ന് അതിന് സംശയമില്ല. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ച് പെന്തക്കോസ്തുകാർ പറയുന്നത് തെറ്റല്ലേ? ഈ ചോദ്യത്തിന് ബൈബിൾ തന്നെ മറുപടി പറയട്ടെ. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചവരോട് പെന്തക്കോസ് നാളിൽ പത്രോസ് പറഞ്ഞ മറുപടി ആമീൻ ഇതാണ്. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം ഏൽക്കുവിൻ. ആമീൻ. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. പ്രവൃത്തികളുടെ പുസ്തകം 2:38 പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ മാനസാന്തരപ്പെടുകയും സ്നാനപ്പെടുകയും വേണമെന്നാണ് പത്രോസ് പറഞ്ഞത്. യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയാതെ സ്നാനപ്പെടാൻ കഴിയുമോ? ഇല്ലെന്ന് വ്യക്തം. യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയുന്നത് പരിശുദ്ധാത്മാവിൽ ആമീൻ ആണല്ലോ. അങ്ങനെയാ എങ്കിൽ സ്നാനപ്പെടുന്നതിന് തൊട്ട് മുൻപുള്ള നിമിഷമെങ്കിലും പരിശുദ്ധാത്മാവിലാകാതെ തരമില്ല. പക്ഷേ സ്നാനപ്പെട്ട ശേഷം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാം എന്ന് പത്രോസ് പറയുന്നത് എന്തുകൊണ്ട്? ആമീൻ. സ്നാനപ്പെടുന്നതിന് മുൻപ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാമെന്ന് കൊർന്നല്യോസിന്റെ വീട്ടിലെ അനുഭവം തെളിയിക്കുന്നുണ്ട്.
ആ വിഷയത്തിലേക്ക് നാം പിന്നാലെ വരും. അതുകൊണ്ട് ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. ആമേൻ. ഇനി സമരിയാക്കാരുടെ അനുഭവം നോക്കൂ. അനന്തരം യെരുശലേമിലുള്ള അപ്പോസ്തലന്മാർ സമരിയർ ദൈവവചനം കൈക്കൊണ്ട് എന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അന്നുവരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനം ഏറ്റിരുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 8:14 മുതൽ 16 വരെയുള്ള വാക്യം. ആമേൻ. സുവിശേഷകനായ ഫിലിപ്പോസിന്റെ പ്രസംഗം കേട്ട് ശമര്യർ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്തു. എന്നിട്ടും അവരിൽ ആരും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചില്ല. സ്നാനമേൽക്കുന്നതിന് മുൻപ് അവർ യേശുവിനെ വായുകൊണ്ട് ഏറ്റുപറഞ്ഞിരുന്നു എന്ന് തീർച്ച. കാരണം യേശുവിൽ വിശ്വസിക്കാത്തവരെ ഫിലിപ്പോസ് സ്നാനപ്പെടുത്തുകയില്ല. ആമേൻ. പ്രവർത്തികളുടെ പുസ്തകം 8-ാം 36-37 വാക്യം. ആമേൻ. സമരിയർ യേശുവിനെ ഏറ്റുപറഞ്ഞത് പരിശുദ്ധാത്മാവിലല്ലേ? ആമേൻ. തീർച്ചയായും അതേ കാരണം. ആമേൻ. സ്തോത്രം. കാരണം പരിശുദ്ധാത്മാവിലല്ലാതെ യേശുവിനെ ഏറ്റുപറയാൻ ആർക്കും ആമേൻ കഴിയുന്നതല്ല. ഏറ്റുപറയുക മാത്രമല്ല, അവർ സ്നാനമേൽക്കുകയും ചെയ്തു. എന്നിട്ടും അവരിൽ ആരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നിരുന്നില്ല എന്ന് ദൈവവചനം പറയുന്നു. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാകുന്നു: പരിശുദ്ധാത്മാവിലല്ലാതെ ആർക്കും യേശുവിനെ ഏറ്റുപറയാൻ കഴിയില്ല എന്നത് ശരിയാണെങ്കിലും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യമാണ്. സംശയമുള്ളവർ താഴെ പറയുന്ന വാക്യം ശ്രദ്ധിക്കുക. അപ്പൊല്ലോസ് കൊരിന്തിൽ ഇരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിൽ എത്തി ചില ശിഷ്യന്മാരെ കണ്ട്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്ന് അവരോട് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്നവർ പറഞ്ഞു. പ്രവൃത്തികളുടെ പുസ്തകം 19-ാം 1-2 വാക്യം. ഹല്ലേലൂയ. യേശുവിൽ വിശ്വസിക്കുന്ന നിമിഷം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നുവെങ്കിൽ വിശ്വസിച്ചവരെല്ലാം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണെങ്കിൽ ആമേൻ. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്ന ചോദ്യം അർത്ഥശൂന്യമാണ്. വിശ്വസിച്ചവർ പരിശുദ്ധാത്മാവിനെ പ്രത്യേകമായി പ്രാപിക്കേണ്ടതാണെന്ന് ഈ വാക്യം വ്യക്തമാക്കുന്നു. അല്പം കൂടി വ്യക്തമായി പറഞ്ഞാൽ, യേശുവിൽ വിശ്വസിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണെങ്കിലും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്നത് വ്യത്യസ്തമായ ഒന്നാണ്. സത്യാന്വേഷികൾക്ക് കാര്യം മനസ്സിലാക്കാനും ഇത്രയും മതിയാകും. പക്ഷേ ഈ വസ്തുതകളൊക്കെ കണ്ടില്ലെന്ന് നടിച്ച് തർക്കം തുടരുന്നവരുമുണ്ട്. അങ്ങനെയുള്ളവർ തർക്കിച്ചു കൊള്ളട്ടെ. ആമേൻ. അവർ തർക്കിച്ച് ആമേൻ ഉറക്കം നടിച്ച് കിടക്കുന്ന ഇത്തരക്കാരെ ഉണർത്താൻ ശ്രമിക്കുക എന്നത് പാഴ്വേലയ്ക്ക് മുതിരുന്നില്ല. ആമേൻ. മേൽപ്പറഞ്ഞ വാക്യം ആമേൻ ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചു വായിക്കുക. അപ്പോൾ ഒരു കാര്യം കൂടി വ്യക്തമായി: പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച വ്യക്തിക്ക് താൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്നറിയാം. കാരണം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്നത് ഒരു സംഭവമാണ്, കേവലം ധാരണയോ വിശ്വാസമോ അല്ല. നിങ്ങൾ വിവാഹിതനാണോ എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ എന്താകും മറുപടി? അവിവാഹിതനായ വ്യക്തി വിവാഹിതനല്ല എന്ന് മറുപടി പറയും. വിവാഹിതനായ വ്യക്തി ഞാൻ വിവാഹിതനാണ് എന്ന് സംശയം കൂടാതെ പറയും. വിവാഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നോ വിവാഹിതനാണോ എന്ന് തീർത്ത് പറയാനാവില്ല. ആമേൻ എന്നോ ആരെങ്കിലും പറയുമോ? ആമേൻ. അഥവാ സ്തോത്രം, അങ്ങനെ പറഞ്ഞാൽ എവിടെയോ എന്തോ കുഴപ്പമുണ്ടെന്ന് വ്യക്തം. വിവാഹം കഴിക്കുക എന്നത് ഒരു സംഭവമാണ്. അത് കേവലം വിശ്വാസമോ തോന്നലോ ധാരണയോ അല്ല. വിവാഹം കഴിച്ച വ്യക്തിക്ക് ഭാര്യയുടെ പേര്
പറയാൻ കഴിയും. ആമീൻ. എവിടെ വെച്ചാണ് വിവാഹം കഴിച്ചതെന്ന്, ആരാണ് വിവാഹം നടത്തിയതെന്നും പറയാൻ കഴിയും. വിവാഹ തീയതി പോയിട്ടില്ലെങ്കിൽ പറയാൻ ബുദ്ധിമുട്ടുണ്ടാകുകയുമില്ല. കാരണം വിവാഹം കഴിക്കുക എന്നത് ഒരു യഥാർത്ഥ സംഭവമാണ് എന്നത് തന്നെ. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്ന ചോദ്യം ഈ വസ്തുതകളുടെ വെളിച്ചത്തിൽ വിലയിരുത്തുക. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്നത് ഒരു സംഭവമാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച വ്യക്തിക്ക് ഞാൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് മനസ്സിലാക്കാൻ കഴിയും. അത് എപ്പോൾ നടന്നു എന്ന് പറയാനും കഴിയും. അതുകൊണ്ടാണ് പൗലോസ് ഈ ചോദ്യം ചോദിച്ചത്. ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ആമീൻ. ചില വാക്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് സിമോൻ കണ്ടപ്പോൾ അവർക്ക് ദ്രവ്യം കൊണ്ടുവന്നു. അപ്പോസ്തല പ്രവൃത്തി 8:18. അപ്പോസ്തലന്മാർ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ലഭിച്ചു എന്ന് സിമോൻ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? അത് ഒരു ഭാഗത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ വ്യാജ വിശ്വാസിയായ ശിമോന് പോലും മനസ്സിലാക്കാൻ കഴിയുന്ന എന്തോ മാതൃക സംഭവം അവിടെ ഉണ്ടായി എന്നതിന് സംശയമില്ല. ചുരുക്കത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്നത് പ്രാപിക്കുന്നവർക്ക് മാത്രമല്ല, കണ്ടു നിൽക്കുന്നവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ്. അത് വെറും തോന്നലോ വിശ്വാസമോ അല്ല. വിശ്വാസികൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച മറ്റൊരു സംഭവം നോക്കുക. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഈ വാക്കുകളിൽ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കുകയാൽ പത്രോസിനോടുകൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ ആമീൻ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, പരിശുദ്ധാത്മാവ് എന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു. നമ്മെപ്പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചു കൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞ്, അതെ, പ്രവൃത്തി 10-ാം 43 മുതൽ 47 വരെയുള്ള വാക്യങ്ങളിൽ അത് നമുക്ക് വായിപ്പാൻ കഴിയുന്നു. ജാതികൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു എന്ന് പത്രോസിനോടുകൂടി വന്ന വിശ്വാസികൾക്ക് മനസ്സിലായി. എങ്ങനെ? അവർ അന്യഭാഷകൾ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കുകയാൽ. ഇത് ഒറ്റപ്പെട്ട സംഭവമാണോ? അല്ലെന്ന് വ്യക്തം. കാരണം പത്രോസിനോടുകൂടെ വന്ന യഹൂദ ക്രിസ്ത്യാനികൾക്കും പരിശുദ്ധാത്മാവിനെ ലഭിച്ചത് ഈ വിധത്തിൽ തന്നെയാണെന്ന് അവർ സമ്മതിക്കുന്നു. നമ്മെപ്പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ എന്നാണ് അവർ പറയുന്നത്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ അന്യഭാഷകളിൽ സംസാരിക്കുമെന്ന വസ്തുത അക്കാലത്ത് ഏവരും അംഗീകരിച്ചിരുന്നു എന്നാണ് ഈ വാക്യങ്ങൾ വ്യക്തമാക്കുന്നത്. ആമേൻ. എഫേസോസിലുള്ള വിശ്വാസികൾക്കുണ്ടായ അനുഭവം ഇത് തെളിയിക്കുന്നു. ഇത് കേട്ടപ്പോൾ അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റു. പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായം 5-6 വാക്യം. ആമേൻ. പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ച് വിശദമായി പറയുന്ന സന്ദർഭങ്ങളിലെല്ലാം അന്യഭാഷാ ഭാഷണത്തെക്കുറിച്ച് പരാമർശമുണ്ട്. പ്രത്യക്ഷമായ മറ്റൊരു അടയാളത്തെക്കുറിച്ച് പറയുന്നുമില്ല. ആമേൻ. ഇതിൽ നിന്നെല്ലാം വ്യക്തമാക്കുന്ന വസ്തുതകൾ ഇവയാണ്. 1. പരിശുദ്ധാത്മ സ്നാനം എന്നത് തോന്നലോ വിശ്വാസമോ അല്ല, ഒരു സംഭവമാണ്. ഹല്ലേലൂയ. 2. പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച ഒരു വ്യക്തിക്ക് താൻ എന്നാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് എന്ന് പറയാൻ കഴിയും. ആ സംഭവം വിവരിക്കാനും സാധിക്കും. ആമേൻ. 3. ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ അത് കണ്ടു നിൽക്കുന്ന മറ്റുള്ളവർക്കും
തിരിച്ചറിയാൻ കഴിയും. ആമീൻ. 4, ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് മറ്റുള്ളവർ തിരിച്ചറിഞ്ഞത് അയാൾ അന്യഭാഷയിൽ സംസാരിക്കുന്നത് കേട്ടപ്പോഴാണ്. ഹല്ലേലൂയ. പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം ഇതാണ്: ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ്. പക്ഷേ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്നത് തികച്ചും വ്യത്യസ്തമായ കാര്യമാണ്. നരിയാണിയോളം വെള്ളത്തിലോ മുട്ടോളം വെള്ളത്തിലോ അരയോളം വെള്ളത്തിലോ നിൽക്കുന്ന വ്യക്തി വെള്ളത്തിലല്ല എന്ന് പറയാനാവില്ല. പക്ഷേ അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് അയാൾ സ്നാനപ്പെട്ടു എന്ന് പറയുന്നത് ശരിയല്ല. നീന്തിയിട്ടല്ലാതെ കടക്കാനാവാത്ത സ്ഥിതിയിൽ വെള്ളത്തിൽ മുങ്ങുന്നതാണ് സ്നാനം. ആമീൻ. ഈ പാത്രത്തിൽ വെള്ളം ഒഴിക്കുന്നതിനോട് ഉപമിച്ചാൽ പാത്രം നിറഞ്ഞു കവിയുന്ന സ്ഥിതിയിലാണ് ഇത്. ആമീൻ. പഴയ നിയമത്തിലെ അഭിഷേകത്തോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ ഈ അനുഭവത്തെ പരിശുദ്ധാത്മാഭിഷേകം എന്ന് വിളിക്കാം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ശുശ്രൂഷയ്ക്കുള്ള നിയോഗമാണ് അഭിഷേകം എന്നൊരു തെറ്റിദ്ധാരണയും ഉണ്ട്. ഇന്ന് നിങ്ങൾക്ക് പുതിയ അഭിഷേകം പ്രാപിക്കണം എന്നും മറ്റു ചിലർ പ്രസംഗിക്കാറുണ്ട്. അഭിഷക്തൻ എന്നത് പാസ്റ്റർ എന്നതിൻ്റെ പര്യായമാണെന്ന് തെറ്റിദ്ധരിക്കുന്നവരും കുറവല്ല. ഇതൊക്കെ തിരുത്തുക. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്ന അനുഭവത്തെ വെള്ളത്തിൽ മുങ്ങുന്നതിനോട് ഉപമിച്ചാൽ അത് പരിശുദ്ധാത്മ സ്നാനമാണ്. അഭിഷേക തൈലം തലയിൽ ഒഴിക്കുന്നതിനോട് ഉപമിച്ചാൽ പരിശുദ്ധാത്മാഭിഷേകം. ആമേനുമായി പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരെല്ലാം അഭിഷിക്തരാണ്. പാസ്റ്റർമാർക്ക് പ്രത്യേകതയുള്ള അഭിഷേകമില്ല. ആമേൻ. പുതിയ അഭിഷേകം പ്രാപിക്കുക എന്ന പരിപാടി ദൈവവചനത്തിലും ഇല്ല. ആമേൻ. പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചാൽ മാത്രമേ കർത്താവിൻ്റെ വരവിങ്കൽ ഉയർക്കൂ എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. അതിന് ആധാരമായി അവർ ചൂണ്ടിക്കാണിക്കുന്ന വാക്യങ്ങൾ ഇവയാണ്: യേശുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കുമെന്ന് റോമാലേഖനം 8:11 വായിക്കുന്നു. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത് എന്ന് എഫേസ്യ ലേഖനം 4:30 വായിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ വരവിങ്കൽ ഉയർക്കാൻ കഴിയൂ എന്നത് ശരിയാണ്. പരിശുദ്ധാത്മാവിനാലാണ് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിടുന്നത് എന്നത് സത്യം തന്നെ. പക്ഷേ പരിശുദ്ധാത്മ സ്നാനമെന്ന സംഭവം, ആമേൻ, പ്രൈസ് ദി ലോർഡ്, നടക്കുമ്പോഴെല്ലാം പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ വരുന്നത് അപ്പോഴല്ല. മുദ്രയിടൽ നടക്കുന്നതും കർത്താവായ യേശുവിനെ രക്ഷിതാവായി ഏറ്റുപറയുന്നതും പരിശുദ്ധാത്മാവിലാണെന്ന് നാം കണ്ടു കഴിഞ്ഞു. അതുപോലെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവരെല്ലാം, അതായത് രക്ഷിക്കപ്പെട്ടവരെല്ലാം, കർത്താവായ യേശുവിൻ്റെ വരവിങ്കൽ ഉയർക്കും. രക്ഷിക്കപ്പെട്ടവരുടെ ഉയർപ്പ്, രക്ഷിക്കപ്പെടാത്തവരുടെ ഉയർപ്പ് എന്നിങ്ങനെ 2 തരം ഉയർപ്പ്, ആമേൻ, മാത്രമേ ഉള്ളൂ. കൈവിടപ്പെട്ടു പോകുന്ന സഭ, പൂർണ്ണതപ്പെടാത്ത, ആമേൻ, വിശ്വാസികൾ എന്നൊക്കെയുള്ള പഠിപ്പിക്കലുകൾക്ക് തിരുവചനത്തിൽ ആധാരമില്ല. ഉയർപ്പുമായി ബന്ധപ്പെട്ട് പൗലോസ് ഇപ്രകാരം പറയുന്നു: ഓരോരുത്തരും താൻ്റെ നിരയിലത്രേ. ആമേൻ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ, അവൻ്റെ വരവെങ്കിൽ പിന്നെ അവസാനം. ആമേൻ. 1 കൊരിന്ത്യർ 15:23 വാക്യം. ഹല്ലേലൂയ. ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവെങ്കിൽ ഉയർക്കും. പ്രൈസ് ദി ലോർഡ്. പുതിയ നിയമ വിശ്വാസികൾ മാത്രമേ കർത്താവിൻ്റെ വരവെങ്കിൽ ഉയർക്കൂ എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. ആമേൻ. ഈ വിഷയം പിന്നീട് വിശദമായി പഠിക്കാം. ആമേൻ. എങ്കിലും ഒരു കാര്യം ശ്രദ്ധിക്കുക: ഏറ്റവും നല്ല ഉയർത്തെഴുന്നേൽപ്പ് കാക്ഷിച്ചാണ് പഴയ നിയമകാലത്തെ
രക്തസാക്ഷികൾ തങ്ങളുടെ ജീവിതം സമർപ്പിച്ചത്. ചിലർ ഏറ്റവും നല്ലൊരു ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. പുതിയ നിയമ വിശ്വാസികൾ മാത്രമേ കർത്താവിൻ്റെ വരവെങ്കിൽ ഉയർക്കൂ എന്ന് പഠിപ്പിക്കുന്നവരുമുണ്ട്. ഈ വിഷയം പിന്നീട് വിശദമായി പഠിക്കാം. എങ്കിലും ഒരു കാര്യം ശ്രദ്ധിക്കുക, ഏറ്റവും നല്ല ഉയർത്തെഴുന്നേൽപ്പ് കാക്ഷിച്ചാണ് പഴയ നിയമകാലത്തെ രക്തസാക്ഷികൾ തങ്ങളുടെ ജീവിതം സമർപ്പിച്ചത്. ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യം ഏറ്റു. എബ്രായ ലേഖനം 11:35 അത് വായിക്കുന്നു. നല്ല ഉയർപ്പ് കർത്താവിൻ്റെ വരവെങ്കിലുള്ള ഉയർപ്പാണ്. ആമേൻ. പക്ഷേ അവർ പുതിയ നിയമ വിശ്വാസികളെ കൂടാതെ രക്ഷാപൂർത്തി അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതി. എബ്രായ ലേഖനം 11:39 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ദൈവത്തിന് സ്തോത്രം. ഇത്രയുമൊക്കെ പറയുമ്പോൾ ചിലർ ഒരു തടസ്സവാദം ഉന്നയിക്കും. പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ മാത്രമേ ക്രിസ്തുവിൻ്റെ വരവെങ്കിൽ ഉയർക്കൂ എന്ന് കണ്ട് ആമേൻ കഴിഞ്ഞല്ലോ. ആമേൻ. പിന്നെ എങ്ങനെ പഴയ നിയമ വിശുദ്ധർ ഉയർക്കും? ആമേൻ. പരിശുദ്ധാത്മാ സ്നാനം എന്ന അനുഭവം പെന്തക്കോസ്ത് നാളിന് മുമ്പ് ഉണ്ടായിരുന്നില്ലല്ലോ. ആമേൻ. ശരിയാണ്, പരിശുദ്ധാത്മ സ്നാനം എന്ന അനുഭവം പെന്തക്കോസ്ത് നാളിൽ ആണ് ആരംഭിച്ചത്. പക്ഷേ പഴയ നിയമ വിശുദ്ധരിലും ക്രിസ്തുവിൻ്റെ ആത്മാവ് തന്നെയാണ് ഉണ്ടായിരുന്നത്. പത്രോസ് പറയുന്നു, നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. അവരിലുള്ള ക്രിസ്തുവിൻ ആത്മാവ് ക്രിസ്തുവിനെ ആമേൻ വരേണ്ട കഷ്ടങ്ങളെ ആമേൻ പിൻവരുന്ന മഹിമയെയും മുൻകൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം അതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. ആമേൻ. 1 പത്രോസ് 1:10-11 വാക്യം. പഴയ നിയമ വിശുദ്ധർ ആമേൻ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചവരായിരുന്നില്ല. എങ്കിലും ക്രിസ്തുവിൻ്റെ ആത്മാവ് തന്നെയാണ് അവരിലും ഉണ്ടായിരുന്നതെന്ന് വ്യക്തമാണല്ലോ. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ വരവെങ്കിൽ അവർക്കും ഉയർക്കാൻ കഴിയും. ആമേൻ. പരിശുദ്ധാത്മ സ്നാനവുമായി ബന്ധപ്പെട്ട ആമേൻ വിഷയങ്ങളുടെ രത്ന ചുരുക്കം ഇതാണ്. ആമേൻ. ആമേൻ. 1. പരിശുദ്ധാത്മ സ്നാനം എന്നത് തോന്നലോ വിശ്വാസമോ അല്ല, ഒരു സംഭവമാണ്. 2. പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച ഒരു വ്യക്തിക്ക് താൻ എന്നാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് എന്ന് പറയാൻ കഴിയും. ആ സംഭവം വിവരിക്കാനും സാധിക്കും. ആമീൻ. ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ അത് കണ്ടു നിൽക്കുന്ന മറ്റുള്ളവർക്കും തിരിച്ചറിയാൻ കഴിയും. ഹല്ലേലൂയ. 4. ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് മറ്റുള്ളവർ തിരിച്ചറിയുന്നത് അയാൾ അന്യഭാഷയിൽ സംസാരിക്കുന്നത് കേട്ടപ്പോഴാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മ സ്നാനത്തിൻ്റെ തത്ക്ഷണ പ്രത്യക്ഷമാകുന്ന അടയാളമാണ് അന്യഭാഷാ ഭാഷണം. ആമേൻ. പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ച് ദൈവവചനം പറയുന്നത് ഇതൊക്കെയാണ്. ഈ വിശ്വാസം താഴെ പറയുന്ന വിധത്തിൽ ചുരുക്കി പറയാവുന്നതാണ്. വീണ്ടും ജനനം പ്രാപിച്ച എല്ലാ വിശ്വാസികളും പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കേണ്ടതാണ്. പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുന്ന വ്യക്തി അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങും. ഇത് പരിശുദ്ധാത്മ സ്നാനത്തിൻ്റെ തൽക്ഷണ പ്രത്യക്ഷമാകുന്ന അടയാളമാണ്. ഈ അന്യഭാഷാ ഭാഷണം സാരത്തിൽ ആമേൻ ഒന്നാണെങ്കിലും ഉപയോഗത്തിലും പ്രയോഗത്തിലും ഭാഷാപരത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. 1-ാം നൂറ്റാണ്ടിൽ ആമീൻ ഉണ്ടായിരുന്ന എല്ലാ കൃപാവരങ്ങളും ഇക്കാലത്തും നിലനിൽക്കുന്നു.
ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇതിൻ്റെ ആദ്യ പകുതി വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ഭാഗം പഠനവിധേയമാക്കാം. ഈ അന്യഭാഷാ ഭാഷണം ആമേൻ സാരത്തിൽ ഒന്നാണെങ്കിലും പ്രൈസ് ദി ലോർഡ് ഉപയോഗത്തിൽ ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ സ്തോത്രം ഉപയോഗത്തിലും പ്രയോഗത്തിലും ഭാഷ ആമേൻ ഭാഷാവരത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന എല്ലാ കൃപാവരങ്ങളും ഇക്കാലത്തും നിലനിൽക്കുന്നു. ഹല്ലേലൂയ. തുടർന്ന് ഈ വിഷയം സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിൻ്റെ 2-ാം ഭാഗമായിട്ട് പിന്നീട് അത് അറിയിക്കാം. സ്തോത്രം. അടുത്ത ഭാഗമായി ഇത് അറിയിക്കാം. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയോടെ നമുക്ക് ഇന്ന് പിരിയാം, പ്രാർത്ഥിച്ച് പിരിയാം. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധ പരപരനേ പ്രിയനേ പരിശുദ്ധാത്മാവുറവിടം നീയെ പകരുക പരിശുദ്ധാത്മാവെ നിലും തിരുകൃപയും ദയപോൽ പകരുക പരിശുദ്ധാത്മാവൻ നിലും തിരുകൃപയും ദയപോൽ ആത്മനിറവിലുല്ലസിപ്പാൻ തിരുസന്നിധിയിൽ നദിയിലുല്ലസിപ്പാൻ തിരുസന്നിധിയിൽ പകരുക പരിശുദ്ധാത്മാവൻ നിലും കൃപയും ദയപോൽ ആത്മനിറവിലുല്ലസിപ്പാൻ തിരുസന്നിധി ആത്മനദിയിലുല്ലസിപ്പാൻ തിരുസന്നിധിയിൽ പകരുക പരിശുദ്ധാത്മാവൻ നിലും തിരുകൃപയും ദയപോൽ. ഹല്ലേലൂയ. ബാക്കി ഗാനത്തിൻ്റെ അടികൾ പിന്നാലെ പാടാം. പരിശുദ്ധാത്മാവിനോട് ബന്ധപ്പെട്ടും അത് മനസ്സിലാക്കിയതിന് ശേഷം എഴുതപ്പെട്ട ഒരു ഗാനത്തിൻ്റെ ചില അടികളാണ് ഞാൻ ഇപ്പോൾ പാടിയത്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ബാക്കി നമുക്ക് നാളെ ചിന്തിപ്പാൻ ഇടയാകട്ടെ. സ്തോത്രം. പരിശുദ്ധനാകുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, അടിയങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവേ. പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ മനുഷ്യരിൽ ഉണ്ടാകുന്നതിനെ കുറിച്ച് ഞങ്ങൾക്കത് പഠിക്കുവാൻ, മനസ്സിലാക്കുവാൻ ദൈവമേ ഇടയാക്കി അന്യഭാഷാ ഭാഷണത്തോടുകൂടി കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന അനുഭവം എല്ലാവർക്കും നൽകണമേ. അടിയങ്ങൾക്കും അവിടുന്ന് തന്നതിനായി സ്തോത്രം. ഇന്ന് ഞങ്ങൾ കേട്ട വചനം അധികം കർത്താവെ ആഴത്തിൽ മനസ്സിലാക്കുവാൻ, ബാക്കി കാര്യങ്ങളും ഗ്രഹിച്ചറിയുവാൻ കർത്താവ് അവസരമാക്കണമേ. ഇതിന്മേൽ തിരുമേനിയുടെ ആത്മാവിൻ്റെ വലിയ പ്രവൃത്തി തന്നെ അയക്കണം. പ്രാർത്ഥന കർത്താവ് കേട്ടതിനായി സ്തോത്രം. സകല മഹത്വം യേശു കർത്താവിന് അറിയിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.